നമുക്ക് നിഫ്റ്റി നോക്കാം ആദ്യം. ഇതാണ് ഞാൻ നോക്കുന്ന പ്ലാൻ, ഇതാണ് കേട്ടോ. പ്ലേസ് ചെയ്തോ. ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്തേ. ഫസ്റ്റ് ടാർഗറ്റ് ജാക്ക് പോട്ട്. എക്സിറ്റ് ചെയ്തോ. എക്സിറ്റ് എങ്ങനെയുണ്ട്? 200+ പോയിന്റ്സ്. ലൈവ് ട്രേഡിംഗും അല്ലെങ്കിൽ പിയാനോ കാണിക്കുക അങ്ങനെയൊന്നും ആരും കേരളത്തിൽ ഇല്ല. കുറവാണ് ആക്ച്വലി. സെറ്റാണ്, പൊളിയാണ്. ഇന്നൊരു 7 എൻട്രി ഞാൻ എടുത്ത് എല്ലാം 7 കൊണ്ടുപോയിട്ട് ലോസിലാക്കി. അതൊക്കെ കവർ ചെയ്തിട്ടാണ് ഈ ഒരൊറ്റ എൻട്രി ഇനി മാറിപ്പോയിണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ എന്തായാലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ബ്രോന്റെ ലൈവ് ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യും. കാരണം നമുക്ക് കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ട്, പിന്നെ അതുപോലെ ഡിസിപ്ലിൻ ഉണ്ട്. കുറേ പൈസ നമ്മൾ 0 ഒക്കെ ചെയ്തിട്ട് കളഞ്ഞ ആളുകളാണ്. RR ഇമ്പോർട്ടന്റ് ഫാക്ടർ കേട്ടോ. ക്യാപിറ്റൽ 90% ഓക്കെ. ഡെയിലി ഉണ്ടല്ലോ, നമ്മൾ എല്ലാ ദിവസവും ഉണ്ടല്ലോ. നിഫ്റ്റി നോക്കാം ആദ്യം. കർത്തയുടെ സോൺ എവിടെയാണ്? ഇതല്ലേ? ആ അതെ തന്നെ. എനിക്ക് സോണില്ല. ഇതാണ് ഞാൻ നോക്കുന്ന പ്ലാൻ, ഇതാണ് കേട്ടോ. അല്ലാണ്ട് സെപ്പറേറ്റ് കൺഫർമേഷൻസ് നോക്കുന്ന ആൾക്കാർ കാണുമല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാം. ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പ്ലാൻ മനസ്സിലായെങ്കിൽ എല്ലാരും യെസ് എന്ന് ഇട്ടേക്കോ. പ്ലാൻ ഓക്കെ ആണോ എല്ലാവർക്കും? വേറെ സെയിം വ്യൂ ഉള്ള വേറെ ആരൊക്കെ ഉണ്ട്? ഈ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ഷോട്ട് ബൈ ആണ്. നിഫ്റ്റി ഒരു പുട്ട് എടുത്ത് വെച്ചോ, നമുക്ക് നോക്കാം. നോർമലി SL ചിലപ്പോൾ ഇച്ചിരി വലുതായിരിക്കാം പോയിന്റ്സ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോർമലി എടുക്കുന്ന ലോട്ട് സൈസിന്റെ 50% വല്ല എടുത്താൽ മതി. ബൈയേഴ്സ് വാലിലേക്ക് വരുന്നുണ്ടല്ലോ. സ്ട്രൈക്ക് ക്യാപിറ്റൽ അനുസരിച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കാം കേട്ടോ. എൻട്രി പ്ലേസ് ചെയ്തോ. എടുത്തോളൂ. പി ആണ് പ്ലേസ് ചെയ്തോ. ഓക്കെ. SL ഈ ഏരിയയുടെ വേണല്ലോ. മീൻസ് ഫസ്റ്റ് ഇവിടെ വെച്ചോ. 120 ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ താഴോട്ട് വെച്ചോ. ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ട്. ഫസ്റ്റ് ടാർഗറ്റ് ജാക്ക് പോട്ട്. എക്സിറ്റ് ചെയ്തോ. എക്സിറ്റ് ചെയ്തേ. എങ്ങനെയുണ്ട്? 100 പോയിന്റ്സ് കയറ്റിയില്ലേ? ഞാൻ ഹോസ്പിറ്റലാണ്. ഓക്കെ. സെയിം 200+ പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മതി. അതിൽ കൂടുതൽ നമുക്ക് പിന്നെ പാനിക് ആയി പോകും. കാര്യം ഒറ്റയടിക്കത് റിവേഴ്സൽ വരും. മോസ്റ്റ് 200+ കയറില്ല. 200 ആയപ്പോൾ പെട്ടെന്ന് റിവേഴ്സ് അടിക്കപ്പെടുന്നു. അത്രയും കയറി കഴിഞ്ഞാൽ അത്രയൊക്കെ നിഫ്റ്റിയില്, ബാങ്ക് നിഫ്റ്റിയിലും ഓൾമോസ്റ്റ്. ഞാൻ എക്സിറ്റ് 257 ലക്ഷം എൻഡ് പോയിന്റ്. ഓക്കെ. അപ്പം 200 എത്ര പോയിന്റ് അപ്പൊ ക്യാച്ച് ചെയ്ത്? ഓക്കെ. കണ്ടോ, ഇതാ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ റിവേഴ്സൽ. ഇത് കുറെ പേര് ഇവിടെ കയറി സ്കാൽപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കയറി അടിക്കുക. അതുപോലെ നിങ്ങൾ ഭയങ്കരമായിട്ട് പാനിക് ആയി പോകും. 85 ക്യാപ്ചർ, 162, 45 പോയിന്റ്സ്, 55 പോയിന്റ്സ്. എല്ലാരും ക്യാച്ച് ചെയ്ത പോയിന്റ്സ് ആണ്. മോസ്റ്റ് ഇവിടെ എവിടെയാണ് നമ്മൾ 5 ക്യാപ്ചർ, 55, 60, 95. ഓക്കെ. 2 ലോട്ട് ഓക്കെ. 2 ലോട്ടിൽ അടിപൊളിയല്ലേ? പൊളിച്ചെനിക്ക്. ഓക്കെ. ലിസ്നവ 1 ലോട്ടിലല്ലേ എടുത്ത? എത്രയായി പ്രോഫിറ്റ്? ഞാൻ പതുക്കെ 2 ലോട്ടിലോട്ട് ആക്കിക്കോ. നെക്സ്റ്റ് വീക്ക് തൊട്ട് സാലറി. ഓക്കെ. അടിപൊളി. 4 ലോട്ട് 4400. ഓക്കെ. ബ്രോ സെക്കൻഡ് ഡേ 4000 ഓക്കെ. യെസ് ബ്രോ. ഓക്കെ. ഫസ്റ്റ് ട്രേഡ്. ഓക്കെ. ക്യാപിറ്റൽ 90% ഓക്കെ. ഡെയിലി ഉണ്ടല്ലോ, നമ്മൾ എല്ലാ ദിവസവും ഉണ്ടല്ലോ. നമ്മള് ഓൾമോസ്റ്റ് സ്ട്രൈറ്റ് എല്ലാ ദിവസവും വിന്നായല്ലേ? ട്രേഡ് ഇല്ലാത്ത ഡേ ഇന്നലെ 2 days വെയിറ്റ് ചെയ്ത് തന്നെയായിരുന്നു സൂപ്പർ ട്രേഡ് ആക്കി. 8K ടൈം എപ്പോഴായിരിക്കും ലൈവ്? അപ്പോൾ നമ്മൾ മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും ലൈവ് കാണും. ഓർഡേഴ്സ് വരുന്ന അനുസരിച്ചിട്ടാണ്. ഒരു 10:30, 11 സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പ്രിന്റ് ആവുന്നത്. അപ്പൊ അതിന് ശേഷമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വെറുതെ അത്ര നേരം വന്ന് ഇരിക്കണ്ടല്ലോ. നിങ്ങളും സ്ട്രെസ് ഔട്ട് ആവും. എന്നിട്ട് നല്ല ക്വാളിറ്റി ഒരു ട്രേഡ് എടുക്കുക, പോവാ. ഓക്കെ. ഇനിയും മൂവ്മെന്റിന് ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോഴും പക്ഷെ നമുക്ക് മതി. നമ്മൾ അല്ലെങ്കിൽ ഓവർ ട്രേഡ് ആയി. ഇനി ഫസ്റ്റ് ഡേ വന്നവരൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ. കാർത്തിക് അതെ പിയാനിൽ ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ നോക്കി ബ്രോ. എനിക്ക് ലൈവ് ട്രേഡിങ്ങും അല്ലെങ്കിൽ പിയാനോ കാണിക്കുക അങ്ങനെയൊന്നും ആരും കേരളത്തിൽ ഇല്ല. കുറവാണ് ആക്ച്വലി. ഹലോ, സെറ്റാണ്, പൊളിയാണ്. പേരെന്താ? ആദ്യം ലൈവ് ട്രേഡിൽ നിന്ന് പഠിച്ച് സെറ്റ് ആവാം. അതെ, നിങ്ങൾ അതാ ലൈവ് ട്രേഡ് അതിനാണ് പ്രാക്ടിക്കലിലൂടെ പഠിച്ചു പോവാം. കുറെ കാലം കൂട്ടാണ് ഞങ്ങളെ. ബ്രോ, ഞാൻ നേരത്തെ ചോദിക്കാൻ കാരണം എന്താ വെച്ചാല് ഞാൻ ഇതേമാതിരി ഒരു കോഴ്സ് എടുത്ത് ട്രാപ്പ് ആയതാ. അപ്പൊ അതിനോണ്ടാണ് അടുത്ത ഫസൽ ഇന്നൊരു 7 എൻട്രി ഞാൻ എടുത്ത് ഒക്കെ കൊണ്ടുപോയി 7 എണ്ണത്തിൽ ഒരു 1:3 ഒക്കെ എടുത്തിനു. ഒരു ലോട്ടിന്റെ മുകളിൽ 500 ഒക്കെ അങ്ങനെയൊക്കെ നെറ്റായിട്ട് എല്ലാം 7 എണ്ണം കൊണ്ടുപോയിട്ട്
ലോസിലാക്കി അതൊക്കെ കവർ ചെയ്തിട്ടാണ് ഈ ഒരൊറ്റ എൻട്രി. അതും അച്ഛ ഓർക്കുമ്പോഴത്തേക്ക് സാധനം കിളി മാറിപ്പോയിണ്ട്. RR ഇമ്പോർട്ടന്റ് ഫാക്ടർ കേട്ടോ. മിനിമം അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നിങ്ങൾക്ക് ചില സമയങ്ങളിൽ SL വലുത് വെക്കേണ്ടി വരുമ്പോൾ ഞാൻ പറയില്ലേ ലോഡ്സ് കുറയ്ക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഞങ്ങളുടെ കൂടെ ലൈവ് ഇരുന്നിട്ട് നിങ്ങൾക്ക് വെറുതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ? വെറുത്ത് വേണമെങ്കിൽ 200% ഇടാം. അതും ഞാൻ ഏഞ്ചൽ വൺ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഞാൻ IV ഒന്നും എടുത്തിട്ടില്ല അതിന്റെ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യാം. കാര്യം ഏതാണോ എപ്പോഴാണോ സെർവർ ഡൗൺ ആവാം, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. വലിയ ക്യാപിറ്റലൊക്കെ ഉള്ളവരാണെങ്കിൽ മൾട്ടിപ്പിൾ ബ്രോക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. അടുത്തതുകൊണ്ട് ചോദിക്കുക ലൈവ് ട്രെയിനിങ് നിർത്തായിരിക്കാൻ പറ്റും. ലൈവ് ട്രെയിനിങ് കണ്ടിന്യൂ ഉള്ള പ്ലാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം എന്നാൽ ഇന്നത്തേക്ക് എൻഡ് ചെയ്യട്ടെ. 45 ആയിട്ട് പ്രോഫിറ്റ് എടുത്തില്ലേ, പിന്നെ 3 മണി ആവുന്നില്ല. ഇനി വർക്ക് ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇത് നമ്മള് കോഴ്സ് അങ്ങനെയല്ലല്ലോ. നമ്മള് ഫണ്ട് മാനേജ്മെന്റ്, അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ആ ഒരു രീതി അതുവഴി നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒന്ന് കാർത്തികയോ അല്ലെങ്കിൽ മാനുവലോ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവരെന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. താങ്ക്സ് മാനുവലിൽ ഡിസ്കൗണ്ട് ഐഡി ഉണ്ട്, അപ്പം അതിൽ വേണമെങ്കിൽ DM ചെയ്താലും മതി. ഓക്കെ. ചിലപ്പോൾ നമുക്ക് നാളെ കാണാം. നാളെ നമുക്ക് ഇതുപോലെ ലൈവ് കാണും. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കയറുന്നതിന് ഒരു 10 minutes മുന്നേ. ഇതുപോലെ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായതിനു ശേഷം നമുക്ക് ഓക്കെ, ബൈ. കാണാം.